എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ സായാഹ്ന സന്ദേശത്തിലേക്ക് സ്വാഗതം. തോമസ് കോളിൻസ് എന്ന് പറയുന്നതായ മിഷണറി തന്റെ മിഷൻ പ്രവർത്തനത്തിലും അതുപോലെ മിഷൻ ഫീൽഡിലേക്ക് കടന്നു പോകുന്ന സമയത്ത് തന്റെ തന്നെ ഇടവകയിലുള്ളതായ ഒരു സഹോദരി അദ്ദേഹത്തോട് എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, വളരെ നിരാശയോടുകൂടി പറയുന്ന കാര്യമുണ്ട്. ബ്രദറെ, ദൈവം എന്നെ കൈവിട്ടു, ദൈവം എന്നെ ഉപേക്ഷിച്ചു, ദൈവം എന്നെ എല്ലാ കാര്യത്തിലും എല്ലാ നിലയിലും എന്നെ തിരസ്കരിച്ചിരിക്കുകയാണ്. കാരണം ഞാൻ പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുന്നില്ല. എന്റെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിലാണെങ്കിലും എന്റെ കുടുംബപരമായ കാര്യത്തിലാണെങ്കിലും എന്റെ സാമ്പത്തിക വിഷയങ്ങളിലൊന്നും തന്നെ കർത്താവ് യാതൊരു വിധത്തിലുള്ള മറുപടി നൽകുന്നില്ല. അതുകൊണ്ട് എന്നെ നിശ്ചയമായും ദൈവം ഉപേക്ഷിച്ചു, എന്നെ തിരസ്കരിച്ചു എന്നുള്ളതായ സങ്കടങ്ങൾ നിരാശയോടുകൂടി ഈ തോമസ് കോളിൻസിനോട് ഇവളിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. ഒരു ദിവസം എന്തായാലും അദ്ദേഹം വിചാരിച്ചു ഈ സഹോദരിയുടെ വീട്ടിലൊന്ന് പോകണം. അങ്ങനെ ആ ഒരു ദിവസം അദ്ദേഹം ഈ സഹോദരിയുടെ വീട്ടിലേക്ക് കയറി ചെല്ലുക. ആ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഈ സഹോദരി ഒരു കുഞ്ഞിനെ തന്റെ തോളിൽ കിടത്തി ഉറക്കുകയാണ്, താരാട്ടുപാടി ഉറക്കുക. അദ്ദേഹം ചെന്ന് കയറി അദ്ദേഹത്തെ കണ്ട് സഹോദരി വേഗം എഴുന്നേറ്റു. ഉടനെ ആ സഹോദരിയോട് തോമസ് കോളിൻസ് പറഞ്ഞു, സിസ്റ്ററെ, ആ കുഞ്ഞിനെ നിലത്തെറിയും. വീണ്ടും കുറച്ചുകൂടെ ശബ്ദം ഉയർത്തി ഈ മിഷണറി വീണ്ടും ഈ സഹോദരിയോട് ആജ്ഞാപിച്ചു, ആ കുഞ്ഞിനെ നിലത്തെറിയാനാണ് പറഞ്ഞത്. ഇത് കേട്ട് അവൾ ആകെ പകച്ചുപോയി. അവൾ അതിശയോക്തിയോടുകൂടി ഈ മിഷണറിയെ നോക്കി നിൽക്കുക. ചോദിച്ചു, നിനക്ക് എത്ര പണം വേണം? ആ കുഞ്ഞിനെ നിലത്തെറിയാൻ നിനക്ക് എത്ര പണം വേണം എന്ന് ചോദിച്ചു. ഉടനെ സഹോദരി ഇങ്ങനെ പറഞ്ഞു, ആകാശത്തിലെ എത്ര നക്ഷത്രങ്ങളുണ്ടോ ആ നക്ഷത്രങ്ങളുടെ എണ്ണം അനുസരിച്ച് നിങ്ങൾ എനിക്ക് പണം നൽകിയാലും എനിക്കത് വേണ്ട. ഞാൻ എന്റെ കുഞ്ഞിനെ ഒരു കാരണവശാലും നിലത്തെറിയുകയില്ല എന്ന് പറഞ്ഞു. ഉടനെ തോമസ് കോളിൻസ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, സഹോദരിക്ക് സഹോദരിയുടെ കുഞ്ഞിനെ കയ്യിൽ നിന്ന് ഉപേക്ഷിക്കുവാനോ അതിനെ നിലത്തെറിയുവാനോ കഴിയുകയില്ല എങ്കിൽ കാൽവറിയുടെ കുലക്കളത്തിൽ അവസാനത്തോടെ രക്തം വരെയും നിങ്ങൾക്ക് വേണ്ടി ചിന്തിയതായ കർത്താവിന് നിങ്ങളെ ഉപേക്ഷിക്കാൻ കഴിയുമോ? ഒരു നാളും കഴിയുകയില്ല സഹോദരി. പറഞ്ഞാൽ നിങ്ങൾ ആ കുഞ്ഞിനെ സ്നേഹിക്കുന്നതിനേക്കാൾ അധികമായി കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. നിങ്ങളെ ഒരു നാളും തള്ളിക്കളയുവാൻ കർത്താവിന് കഴിയുകയില്ല എന്ന് പറഞ്ഞു. പിന്നെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ കഷ്ടതയും പ്രയാസവും രോഗങ്ങളൊക്കെ വരുമ്പോ എല്ലാവരും പറയുന്ന കാര്യം ഇതാണ്, കർത്താവ് എന്നെ തിരസ്കരിച്ചു, കർത്താവ് എന്നെ ഉപേക്ഷിച്ചു, എന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല, ഈ രോഗത്തിനൊരു ശമനം ഉണ്ടാകാനായിട്ട് പോകുന്നില്ല, എന്റെ ഈ സാമ്പത്തിക ബുദ്ധിമുട്ട് ഒരിക്കലും തീരാനായിട്ട് പോകുന്നില്ല, എന്റെ കുഞ്ഞുങ്ങളുടെ ഭാവി ഒരിക്കലും അനുഗ്രഹിക്കപ്പെടാനായിട്ട് പോകുന്നില്ല, എന്റെ ഭർത്താവിന്റെ മദ്യപാനം മാറാൻ പോകുന്നില്ല. ഇങ്ങനെയുള്ള സ്വയ തീരുമാനങ്ങളിൽ പലരും എത്തിപ്പെടാറുണ്ട്. പക്ഷേ ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം, എന്നാൽ അങ്ങനെയല്ല. വിശുദ്ധ ബൈബിളിൽ ഇങ്ങനൊരു വാക്യമുണ്ട്, യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 29-ാമത്തെ വാക്യം. യേശു പറഞ്ഞു, എന്റെ അടുക്കൽ എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവ ഒരു നാളും നശിച്ചു പോവുകയില്ല, ആരും അവയെ എന്റെ കയ്യിൽ നിന്നും പിടിച്ചു പറിക്കുകയുമില്ല. ഇവിടെ യേശു പറഞ്ഞത്, എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കും, ഞാൻ അവയെ അറിയും, അവ എന്നെ അനുഗമിക്കും, ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കും, അവ ഒരു നാളും നശിച്ചു പോവുകയില്ല, ആരും അവയെ എന്റെ കയ്യിൽ നിന്നും പിടിച്ചു പറിക്കുകയുമില്ല. അതായത് കള്ളനോ കവർച്ചക്കാരനോ കൂലിക്കാരനോ അങ്ങേറ്റ സാത്താൻ പോലും യേശുവിന്റെ കരങ്ങളിൽ ഇരിക്കുന്നതായ ഒരു വിശ്വാസിയെ പിടിച്ചു പറിക്കാൻ കഴിയുകയില്ല. ഒരു നാളും കർത്താവ് ഉപേക്ഷിക്കുകയുമില്ല. ഒരു നാളും തന്റെ അടുക്കൽ വന്നതായ ജീവൻ പ്രാപിച്ചതായ ഒരു വിശ്വാസിയെ തള്ളിക്കളയുവാനോ അത് നശിച്ചു പോകട്ടെ എന്ന് കരുതുവാനോ
കർത്താവ് അനുവദിക്കുകയില്ല. എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയും ഇല്ല. കയ്യ് ഉടമസ്ഥതയെ കാണിക്കുക. എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കാൻ ഒക്കുകയില്ല. അത് ഉടമസ്ഥതയെയും ശക്തിയെയും അധികാരത്തെയും കാണിക്കുകയാണ്. കർത്താവ് ആരാണെന്ന് ആവർത്തന പുസ്തകം 32-ാം അധ്യായം അതിന്റെ 39-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത്, എന്റെ കയ്യിൽ നിന്നും വിടുവിക്കുന്ന ഒരാളുമില്ല എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ കയ്യിൽ നിന്ന് അതിനെ അടർത്തിയെടുക്കുവാൻ കഴിയുന്നതായ ഒരു വ്യക്തിയും ഇല്ല എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി യെശയ്യാപ്രവചനത്തിൽ കടന്നു വന്ന യെശയ്യാപ്രവചനം 43-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ നാം വായിക്കുന്നു, ഇന്നും ഞാൻ അനന്യൻ തന്നെ, എന്റെ കയ്യിൽ നിന്ന് വിടുവിക്കുന്നവൻ ആരുമില്ല. ഞാൻ പ്രവർത്തിക്കും, ആരത് തടുക്കും. ഒരു അമ്മയ്ക്ക് തന്റെ കുഞ്ഞിനെ നിലത്തെറിയുവാനായിട്ട് കഴിയുകയില്ല എങ്കിൽ അത്രത്തോളം ആത്മബന്ധം, അത്രത്തോളം സ്നേഹബന്ധം ആ അമ്മയും കുഞ്ഞും തമ്മിൽ ഉണ്ട് എങ്കിൽ മാനവജാതിയുടെ രക്ഷയ്ക്ക് വേണ്ടി ഈ ത്യാഗം മുഴുവൻ സഹിച്ച്, ഈ പങ്കപ്പാടൽ മുഴുവൻ സഹിച്ച്, രക്തം ചിന്തി വീണ്ടെടുത്തവനായ കർത്താവിന് ഒരിക്കലും ചിന്തിക്കുവാൻ പോലും കഴിയുകയില്ല എന്നുള്ള കാര്യം എന്റെ സഹോദരൻ നീ കേൾക്കണം. സഹോദരി നീ അറിയണം. പിതാവേ നീ അത് മനസ്സിലാക്കണം. മാതാവേ നീ അത് അറിയുക തന്നെ വേണം. കുഞ്ഞെ, നിന്നെ ഉപേക്ഷിച്ച് കളയുവാൻ, നിന്നെ തകർത്ത് കളയുവാൻ, തിരസ്കരിക്കുവാൻ കർത്താവിന് കഴിയുകയേയില്ല. അതുകൊണ്ട് ചില കഷ്ടങ്ങൾ വരുമ്പോൾ, ചില പ്രയാസങ്ങൾ വരുമ്പോൾ, ചില പ്രശ്നങ്ങൾ വരുമ്പോൾ ഉടനെ പറയുകയാണ്, കർത്താവിനെ ഉപേക്ഷിച്ചു, ദൈവത്തിന് എന്നെ കൊണ്ട് ആവശ്യമില്ല, അവൻ എന്നെ തിരസ്കരിച്ചു, എന്റെ പ്രാർത്ഥനയ്ക്ക് അവൻ മറുപടി നൽകുന്നില്ല, ഇനിയൊരു കാര്യവും ശരിയായ രീതി നടക്കാൻ പോകുന്നില്ല എന്നൊക്കെ വെറുതെയാണ്. ആ ചിന്താഗതി മാറ്റണം. കർത്താവിന്റെ കയ്യിൽ നീ സുരക്ഷിതയാണ്, നീ സുരക്ഷിതനാണ്. നിന്നെ ആർക്കും പിടിച്ചു പറിക്കാൻ കഴിയുകയില്ല, ആർക്കും അവൻ വിട്ടുകൊടുക്കുകയുമില്ല. ഈ വചനങ്ങൾ കർത്താവ് നമ്മൾ അനുഗ്രഹിക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, നന്ദിയോടെ ഞാൻ സ്തുതിക്കുന്നു, കർത്താവെ വാഴ്ത്തുന്നു. പലരും കർത്താവ് മാനസികമായി ഭാരപ്പെട്ട്, നിരാശപ്പെട്ട്, കഷ്ടതകൾ കടന്നു പോകുമ്പോൾ, രോഗത്തോടെ കടന്നു പോകുമ്പോൾ, സാമ്പത്തിക ഞെരുക്കത്തോടെ കടന്നു പോകുമ്പോൾ കർത്താവ് അവരെ കൈവിട്ടു, കർത്താവ് അവരെ ഉപേക്ഷിച്ചു, കർത്താവ് അവരെ തിരസ്കരിച്ചു എന്നൊക്കെ ചിന്താഗതിയിൽ മുന്നോട്ട് പോവുകയാണ്. ആ സ്ഥിതിക്ക് ഒരു വ്യത്യാസം വരുവാൻ സഹായിക്കണമേ. അവരെ അങ്ങ് ആശ്വസിപ്പിക്കണമേ. ദൈവവചനത്തിന്റെ മർമ്മങ്ങൾ അവർ വെളിപ്പെടട്ടെ കർത്താവ്. പ്രാർത്ഥന ടീക്കാൻ സ്തുതിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.